കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റ കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒളിവിൽ കഴിയുന്ന പ്രതിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മകളുടെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ പോക്സോ വകുപ്പുകൾ കൂടി ചുമത്തണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകി. ഗോപാൽ ശീലാസനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഗോപാൽ. ഈ കരുവാറ്റയിലെ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കൊല്ലത്ത് നിന്നും വരുന്നത്. ഇതിലിപ്പോൾ വന്നത് ഈ വാർത്തയിൽ ഈ സംഭവത്തിൽ ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്, ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രതിയിലേക്ക് എത്താൻ ഇത്രയും താമസം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒപ്പം ഈ ഒരു പരാതി കൂടിയുണ്ട്, അതായത് പോക്സോ വകുപ്പ് കൂടി ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതിയിലേക്ക് കൂടി പോയിട്ടുണ്ട്. എന്താണ് അവരുടെ ആവശ്യം? ഞെട്ടി ഒരു വഴിയാകുന്നൊരവസ്ഥയിലാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും മലയാളികളുടെ ഒരു മാനസിക സാഹചര്യം. എന്താണെങ്കിലും ആ കൊല്ലത്തെ ഈ സംഭവം, അതായത് ഭാര്യയുടെ ദൃശ്യങ്ങൾ, കിടപ്പുറ ദൃശ്യങ്ങളടക്കം ചിത്രീകരിച്ച അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് പിന്നാലെ പ്രതിയായിട്ടുള്ള ഈ യുവതിയുടെ ഭർത്താവ് ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വലിയ തോതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒളിവിൽ പോകുന്നതിന് മുൻപ് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചോ എന്ന പോലീസിന്റെ സംശയവുമൊക്കെ ഈ അന്വേഷണത്തെ നിലവിൽ വഴിമുട്ടിച്ച നിലയിലാണ്. ഇതുവരെയും ഈ പ്രതിയെ സംബന്ധിച്ച ലൊക്കേഷനോ അല്ലെങ്കിൽ പ്രതി എവിടെയാണുള്ളതെന്നോ സംബന്ധിച്ച പ്രത്യേക വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പോലീസ് അധികൃതർ പറയുന്ന അന്വേഷണം സജീവമായി കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ്. അതേസമയം തന്നെ മറുവശത്ത് വീണ്ടും ഒരു ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുകയാണ് ഈ യുവതി. അതായത് തങ്ങളുടെ 4 വയസ്സുള്ള മകളുടെ അടക്കം ദൃശ്യങ്ങൾ ഇയാൾ ചിത്രീകരിച്ചുവെന്നും അത് അയാളുടെ കൈവശമുണ്ട് എന്നും ഈ യുവതി ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ പോക്സോ കേസെടുത്ത് ഇതിൽ അന്വേഷണം ആ ഒരു വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കാരണം തങ്ങളുടെ മകളാണ്, ആ മകളെന്ന് പോലും കണക്കിലെടുക്കാതെ ഇയാൾ തന്റെ വൈകൃതങ്ങൾക്ക് ആ കുഞ്ഞിനെ പോലും ഉപയോഗിച്ചു എന്നതാണ് ഈ സ്ത്രീ മുന്നോട്ട് വെക്കുന്നൊരു പരാതി. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതിനോടകം തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടൊരു പരാതി ഈ യുവതി നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ താൻ നേരിടേണ്ടി വന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചും ഇതിനോടകം തന്നെ പോലീസിന് മുന്നിൽ ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1ലധികം പേരുമായി കിടക്ക പങ്കിടുവാൻ വേണ്ടി ഇയാൾ തന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. അത് ചിത്രീകരിക്കുവാനുള്ള, അതായത് തങ്ങളുടെ കിടപ്പുറ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ശ്രമം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു. കൌൺസിലിംഗിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനും വലിയ തരത്തിലേക്കുള്ള മർദ്ദനം, അക്രമം താൻ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് അന്വേഷണം നടത്തി ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടണം എന്ന ആവശ്യമാണ് ഈ യുവതിയും യുവതിയുടെ അഭിഭാഷകരും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തന്നെ അവർ നിയമപരമായി മുന്നോട്ട് ഏതറ്റം വരെയും പോയി ഇത് നീതി തേടുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇവർ പറയുന്നുണ്ട്. മറുവശത്ത് പോലീസിന്റെ വിശദീകരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ്. സംസ്ഥാനത്തിന് അകത്തും പുറത്തും, അതായത് കൊല്ലം ജില്ല ആയതിനാൽ തന്നെ അതിർത്തി വിടാനുള്ള എളുപ്പമാർഗങ്ങൾ ഉണ്ട്. വേഗം തമിഴ്നാട്ടിലേക്കൊക്കെ കടക്കാനുള്ള വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിലും അതിൽ വിശദമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ആ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് പോലീസ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ 4 വയസ്സുകാരിയ മകളുടെ പേര് കൂടി ഇതിൽ വന്നതിനാൽ തന്നെ അതിനെ കൌൺസിലിംഗിന് വിധേയമാക്കിയതിനു ശേഷം കുട്ടിയുടെ മൊഴി കൂടി ശേഖരിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും ഒളിവിലാണ് പ്രതി. ഒപ്പം ഈ മകളുടെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ